ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സച്ചേസ് ഗ്യാരേജിൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് 2022 മോഡൽ ആക്റ്റീവയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെറ്റാലിക് കളറിലാണ് ഈ വണ്ടി ഉള്ളത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഹെഡ്ലൈറ്റിലേക്ക് വരാം. ഇവിടെ ഒരു DRL 2 സൈഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 3 ടൈപ്പ് ഹെഡ് ലാമ്പ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഇൻഡിക്കേറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടതാ ഹൈ ബീമിലാണ് ഇട്ടിട്ടുള്ളത്. ത്രീ സൈഡും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ DRLും വർക്ക് ചെയ്യുന്നുണ്ട്. DRLും വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് രാവിലെയാണ് കാണാത്തതാണ്. ഇവിടെ ഒരു സിൽവർ പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരക്ടർ ലൈൻസും കൊടുത്തിട്ടുണ്ട്. നല്ല അഗ്രസീവ് ലുക്ക് തരുന്ന ഒരു ഫ്രണ്ട് സൈഡാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ടയറിലേക്ക് വന്നാൽ നല്ല ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു അലോയ് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് ഫിനിഷുള്ള വീല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ്. ഗട്ടർ റോഡിൽ പോകുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളും ഫീൽ ചെയ്യില്ല. ഇവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണാം. സൈഡിലേക്ക് വന്നാൽ ഇവിടെ ആക്റ്റീവ 125 എന്ന് പറഞ്ഞ് ബാഡ്ജിങ് കാണാം. ആ സിൽവർ പ്ലേറ്റിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ സിൽവർ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു നമ്മുടെ ലെഗ് വെക്കുന്ന സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രാബ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. സിൽവർ പ്ലേറ്റിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ടെയിൽ ലാമ്പ് വലിയ ടെയിൽ ലാമ്പാണ്. അതിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഇൻഡിക്കേറ്റേഴ്സായി നമ്മുടെ ഇത് പ്രൊജക്റ്റ് ചെയ്യും. ഇവിടെ നമ്മുടെ നൈറ്റിൽ ഇതാകുന്ന റിഫ്ലക്റ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ആക്റ്റീവ 125 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആ സിൽവർ പ്ലേറ്റിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഗ്രിൽ ടൈപ്പ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ലിഡ് ഇതാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 1 ടച്ച് ഓപ്പണിങ് ആണ് കേട്ടോ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അതുപോലെ നമുക്കിവിടെ ഒരു ഹുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങുന്ന ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. സെറ്റാണ്. അപ്പോൾ വേറെ ഒന്നും പറയില്ല. നമുക്ക് അകത്തെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ ഇവിടെ ഒരു സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് തരും. നമ്മുടെ ഒരു ഹെൽമെറ്റ് വെക്കാൻ പാകത്തിനാണ് നമ്മുടെ ഇത് കൊടുത്തിട്ടുള്ളത്. ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലസ്റ്ററിലേക്ക് വരാം. അത്യാവശ്യം നമ്മുടെ 110 ആണ് ടോപ്പായിട്ട് കാണിക്കുന്ന സ്പീഡ്. അപ്പോൾ നമ്മുടെ ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. 1 മിനിറ്റ്. ഉണ്ടോ? സ്പീഡോമീറ്റർ ഇങ്ങനെ പോകുന്നത് കാണാം. അതുപോലെ സ്റ്റാൻഡ് ഇട്ടതിൻ്റെ വാർണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ വാർണിങ്ങും ഇവിടെ എക്കോ മോഡിൻ്റെ നമ്മുടെ ഹൈ ബീമിലിൻ്റെ വാർണിംഗ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റലിൽ നമ്മൾ ടോട്ടൽ ഓടിയ കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. ഇത് സ്വിച്ച് നോക്കിയാൽ നമുക്ക് ട്രിപ്പ് കാണിക്കും. നമ്മുടെ എത്ര കിലോമീറ്റർ ഓടാൻ ഇത് കഴിയുന്നു നോക്കി കാണിക്കുന്നുണ്ട്. അതുപോലെ ആവറേജ് കിലോമീറ്റർ എന്നും കാണിക്കുന്നുണ്ട്. നമ്മുടെ ടൈം കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി എത്ര ലിറ്റേഴ്സാണ് ഇതിൽ ഉള്ളതെന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ റേഞ്ചും കാണിക്കുന്നുണ്ട്. അതുപോലെ നോർമലിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. ഇവിടെ നമ്മളെ കാറിലൊക്കെ കാണുന്ന പോലെ പുഷ് സ്റ്റാർട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നമ്മളെ കിടുകിട് സൗണ്ടൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നോർമൽ സ്റ്റാർട്ടാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഹാൻഡിലിനൊരു പ്രത്യേകത ക്രൂയിസ് കൺട്രോൾ പോലെ നമ്മൾ ഒരിക്കൽ ജസ്റ്റ് ഒന്ന് വിട്ടാൽ അതേപോലെ ഉണ്ടാവും. അത് ക്രൂയിസ് കൺട്രോൾ പോലെ വർക്ക് ചെയ്യും.
നമ്മൾ റിലീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര പ്രീമിയമാണ്. പെഡൽ ഷിഫ്റ്റൊക്കെ ചേഞ്ച് ചെയ്യുന്ന പോലെയാണ് സൗണ്ട് വരുന്നത്. ഇതുപോലെ ഗ്ലോ ബോക്സൊക്കെ തുറക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ നമുക്ക് എവിടെയോ കിട്ടുന്നുണ്ട്. സ്മൂത്താണ് സാധനം, ഒന്നും പറയില്ല. ഇവിടെ ഇതിൻ്റെ കൺട്രോൾസാണ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺട്രോൾസാണ് ഈ സ്വിച്ച് വരുന്നത്. അതുപോലെ ഇവിടെ ഇൻഡിക്കേറ്റർസ്, മിറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹോണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയലാണ്. ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിന് ചുറ്റും ഒരു സർക്കുലർ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വെഹിക്കിൾ തന്നെ BS6 ആണ്. അപ്പോൾ നമുക്ക് ABS EB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ABS മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടാണ് നമ്മുടെ ഹോണ്ട ഇതിനെ എൻകറേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കൂട്ടർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ആദ്യം അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആക്റ്റീവ എന്ന ഈ മോഡലായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ആക്റ്റീവ എന്ന വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.